ഹലോ, ഹെൽപ്പ് മീ ലോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബെൻസി. എല്ലാവർക്കും സുഖമില്ലേ? ഇന്നൊരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. എന്റെ കയ്യിൽ ഇങ്ങനെയുള്ള ഡബ്ബകൾ ധാരാളം ഉണ്ട്. ഈ നീല കളറിലെ അടപ്പുള്ളത് 6 എണ്ണം ഉണ്ട്. ആ നീല കളറിന് പകരം കോഫി കളറിലെ അടപ്പുള്ളത് 6 എണ്ണം ഉണ്ട്. ഞാനിത് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് എനിക്ക് അച്ചാർ ബിസിനസ് ആണല്ലോ. അപ്പം രാത്രിയിലൊക്കെയാണ് മീൻ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ നമ്മൾ വാടിപ്പോയാണല്ലോ എടുക്കുന്നത്. രാത്രിയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ എനിക്ക് അന്ന് തന്നെ അച്ചാർ ഇടാൻ പറ്റില്ല. അത് കഴുകി വൃത്തിയാക്കി മാരിനേറ്റ് ചെയ്ത് ഞാനത് ഫ്രിഡ്ജിൽ വെക്കാൻ ഈ കണ്ടെയ്നറിനകത്താക്കിയാണ് വെക്കുന്നത്. അപ്പൊ ഈ മല്ലിയില എന്ന് പറയുന്നത് എനിക്കൊന്ന് ഒരു 2 ആഴ്ചയെങ്കിലും പഴക്കം കാണും. പക്ഷെ നല്ല ഫ്രഷ് ആയിരുന്നു കിട്ടിയത് കേട്ടോ. കിട്ടിയ ഉടനെ കഴുകി വൃത്തിയാക്കി ഇതുപോലെ അടിയിലും ടിഷ്യൂ ഇട്ട് എന്നിട്ട് മുകളിലും ടിഷ്യൂ ഇട്ടാണ് വെക്കുന്നത്. പുതിനയില കുറച്ചൊക്കെ കേടായി പോവാറുണ്ട് എത്ര നന്നായിട്ട് വെച്ചാലും. ഓരോ പ്രാവശ്യം ഞാൻ എടുക്കുമ്പോൾ ഇതിന്റെ തണ്ട് ഇങ്ങനെ കളയാതെ മാറ്റി വെച്ചേക്കും. എന്നിട്ട് കുടിക്കാൻ തിളപ്പിക്കുന്ന വെള്ളത്തിൽ അതിന്റെ തണ്ട് ഇടും കേട്ടോ. ആ വെള്ളത്തിന് നല്ല ടേസ്റ്റ് ആണ്. ഇതിപ്പോ തിളപ്പിച്ച് അങ്ങോട്ട് വാങ്ങിയതേ ഉള്ളൂ ഈ വെള്ളം. അതിനകത്തോട്ട് ഇട്ടാൽ മതി, കുഴപ്പമില്ല, അതിന്റെ സത്തൊക്കെ ഇറങ്ങിക്കോളും. ഓരോ പ്രാവശ്യം ഓരോ ഇലകളും എടുക്കുമ്പോൾ അതിനകത്ത് കേടായിട്ടുള്ളതുണ്ടെന്നുണ്ടെങ്കിൽ ഞാനത് മാറ്റി കളയാറുണ്ട് കേട്ടോ. കാരണം അത് തന്നെ ഇട്ട് വെച്ചാൽ വീണ്ടും ഇല കേടാകും. അപ്പൊ മല്ലിയില ആയാലും പുതിനയില ആയാലും കറിവേപ്പില ആയാലും എടുക്കുന്ന സമയത്തെല്ലാം അതിനകത്ത് മോശമായിട്ടുള്ളതുണ്ടെങ്കിൽ അതായിരിക്കും ആദ്യം എടുത്ത് മാറ്റുന്നത്. അതിനുശേഷം ഒന്നുകൂടി ക്ലീൻ ചെയ്താണ് വെക്കുന്നത്. പുതിനയില ഒരു ടാസ്ക് ആണ് കേട്ടോ. കൂടുതൽ ദിവസം വെച്ചേക്കാൻ ഞാൻ കുപ്പിക്കകത്ത് വെള്ളം ഒഴിച്ച് വെക്കാറുണ്ട്, ഇങ്ങനെയും വെക്കാറുണ്ട്. പല രീതിയിൽ ചെയ്യാറുണ്ട്. നല്ല ഫ്രഷ് ആയിട്ടുള്ളത് കിട്ടുവാണെങ്കിൽ നമുക്ക് ഒരു കുഴപ്പമില്ല കേട്ടോ, കുറെ നാളിരിക്കും. ഇഞ്ചി ഞാൻ അച്ചാറിന് വേണ്ടി ചിരണ്ടുമ്പോൾ കൂടുതൽ ഇങ്ങനെ ചെയ്ത് വെക്കാറുണ്ട്. അതിന്റെ ബാക്കിയുള്ളത് ഇങ്ങനെ പാത്രത്തിലാക്കി വെക്കും. അതുപോലെ തന്നെ പച്ചമുളകും കൊണ്ടുവരുന്ന ഉടനെ കഴുകി വൃത്തിയാക്കി അതിന്റെ ഞെട്ടൊക്കെ കളഞ്ഞ് വെള്ളമൊക്കെ ഇത്തിരി ഒന്ന് തോർന്ന ശേഷമാണ് ഇതിനകത്തിട്ട് വെക്കുന്നത്. എല്ലാത്തിന്റെയും അടിയിലും ടിഷ്യൂ ഉണ്ട്, പിന്നെ മുകളിലും ടിഷ്യൂ ഇട്ടാണ് വെക്കുന്നത്. പച്ചമുളകൊക്കെ കുറേ നാളിരിക്കും കേട്ടോ കേടാവാതെ. പക്ഷെ അത് നമ്മുടെ കിട്ടുന്ന സാധനങ്ങളിലും ഡിപ്പെൻഡ് ആണ്, അതുപോലെ തന്നെ ഫ്രിഡ്ജിലും ഡിപ്പെൻഡ് ആണ് കേട്ടോ. നല്ല ഫ്രിഡ്ജ് ആണെന്നുണ്ടെങ്കിൽ കുറേ നാളിരിക്കും. എനിക്ക് ഒരു കമന്റ് വന്നതാണ് അതേക്കുറിച്ച്. അപ്പൊ ഇന്നൊരു സ്പെഷ്യൽ റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് കുറച്ച് ഇഞ്ചി, അതുപോലെ തന്നെ വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ ഈ റൈസിന് പേരൊന്നുമില്ല കേട്ടോ. ഞാൻ എപ്പോഴും തട്ടിക്കൂട്ട് ചെയ്യാറുണ്ടല്ലോ. ആ രീതിയിൽ ഒരു റൈസ് ആയിട്ട് കണക്കാക്കിയാൽ മതി. താല്പര്യമുള്ളവർക്കൊന്ന് ട്രൈ ചെയ്യാം. പിന്നെ മല്ലിയില പുതിനയില ആദ്യം ഇട്ടപ്പോ ഇത്തിരി കൂടിപ്പോയി, പിന്നീട് ഞാൻ കുറച്ച് മാറ്റിയിട്ടുണ്ട്. കാരണം പുതിനയില കൂടിപ്പോയാല് നമ്മുടെ റൈസിനൊരു വല്ലാത്ത ചെവയായിരിക്കും. അതുകൊണ്ട് ആവശ്യത്തിന് മാത്രം മതി. നമുക്ക് മുളക് പൊടി വേണ്ട, അതുകൊണ്ടാണ് ഞാൻ പച്ചമുളക് അത്രയും ചേർത്തിരിക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് മുളക് പൊടി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചെടുത്താൽ മതി. അതിനുശേഷം തക്കാളി ഒരു 2-3 തക്കാളി എടുത്തിട്ടുണ്ട്. അതുകൂടി ഇതിനകത്തേക്ക് ഇട്ട് നല്ലതുപോലെ പേസ്റ്റ് ആക്കി അരച്ചെടുക്കണം. അത് അരയ്ക്കുന്നതാണ് കുറച്ചുകൂടി ടേസ്റ്റ് കേട്ടോ. അതിനുശേഷം ഞാൻ നമ്മുടെ കാസ്റ്റേണിന്റെ പാത്രമാണ് വെച്ചിരിക്കുന്നത്. കാസ്റ്റേണിന്റെ ഇത് മേയറിന്റെ ആണ് കേട്ടോ. ഇത് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്നു എങ്കിൽ നന്നായിട്ട് മയങ്ങി കിട്ടും. ഞാനിത് വല്ലപ്പോഴും ഒക്കെ എടുക്കാറുള്ളൂ. നല്ല വെയിറ്റ് ആണ്. അപ്പൊ വല്ലപ്പോഴും ഒക്കെ ഇങ്ങനെയുള്ള റെസിപ്പികൾക്ക് ഞാനിത് എടുക്കാറുള്ളൂ. അപ്പൊ ആഗ്രഹമുണ്ട് എപ്പോഴും ഇതൊക്കെ യൂസ് ചെയ്യണമെന്ന് കേട്ടോ. അപ്പൊ പാത്രം വെച്ചു, അതിനകത്തേക്ക് നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ പട്ട, ഗ്രാമ്പു, ഏലക്ക, പെരുംജീരകം, ഇത്തിരി കുരുമുളക് ഇത്രയും ചേർത്തിട്ടുണ്ട്. അതൊന്ന് മൂത്ത് വരുമ്പോ അതിനകത്തേക്ക് ഞാൻ ഇതാണ് ഇട്ടിരിക്കുന്നത്, മുന്തിരി. മുന്തിരിയും അണ്ടിപ്പരിപ്പും ഇട്ടിട്ടുണ്ട്. അണ്ടിപ്പരിപ്പ് കുറച്ചേ ഉള്ളായിരുന്നു കേട്ടോ. അപ്പൊ ഇതൊക്കെ ഷോർട്ട് കട്ട് ആണ് കേട്ടോ. കാരണം സാധാരണ ഇങ്ങനെ റൈസ് വെക്കുമ്പോൾ ഇതൊക്കെ സെപ്പറേറ്റ് വറുത്ത് അതിന്റെ മുകളിലാണ് ഇടുന്നത്. ഉള്ളിയൊക്കെ വറുത്തിടാറുണ്ട്. ഞാൻ അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല. പെട്ടെന്ന് തട്ടിക്കൂട്ടാൻ പറ്റുന്ന ഒരു റൈസ് ആണ്. പക്ഷെ ടേസ്റ്റ് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. അതിനുശേഷം സവോളയും കുറച്ചിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. സവോള അങ്ങ് ഭയങ്കരമായിട്ട് അങ്ങ് വയളണ്ട. അപ്പൊ ഞാൻ ഇതിന്റെ അളവൊന്നും പറയുന്നില്ല കേട്ടോ. കാരണം സവോളയൊക്കെ കൂടിയാല് നമ്മുടെ റൈസിന് ഒരു ഇത്തിരി ടേസ്റ്റും, നമുക്ക് പിന്നെ ഗ്രേവി ടൈപ്പ് ഒന്നും അല്ലല്ലോ. അതുപോലെ തന്നെ വെജിറ്റേറിയൻ ആണ് ഞാൻ ഈ ചെയ്യുന്നത്, നോൺ വെജ് അല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ സവാളയൊക്കെ ഇട്ടാൽ ഇത്തിരി ടേസ്റ്റ് കൂടും. അതൊന്ന് വയളാനായിട്ട് ഇത്തിരി ഉപ്പ് കൂടി ഇട്ടിട്ടുണ്ട്. ഞാനിവിടെ ബസ്മതി റൈസ് കഴുകി വൃത്തിയാക്കി ഒരു 10-15 മിനിറ്റ് വെള്ളത്തിൽ കുതിർന്ന ശേഷം വെള്ളം വാലാനായിട്ട് ഇങ്ങനെ എടുത്തു വെച്ചതാണേ. അപ്പോൾ ഏകദേശം സവാള ഒന്ന് വഴറ്റിട്ടുണ്ട്. ഒരു വീഡിയോ എനിക്ക് കിട്ടിയില്ല. അതിനകത്തേക്ക് ഞാൻ കപ്പലണ്ടി, ഞങ്ങളുടെ നാട്ടിലെ കപ്പലണ്ടി എന്നാ പറയുന്നത്, ചില നാട്ടിൽ ഇതിന് നിലക്കടലയെന്ന് പറയും. അപ്പൊ അതുകൂടി ഇട്ടിട്ടുണ്ട്. അപ്പൊ എന്താണ് കപ്പലണ്ടി എന്ന് പറഞ്ഞിട്ട് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ഇതാണ് സംഭവം. ഇത് പച്ചക്കപ്പലണ്ടിയാണ് കേട്ടോ, റോസ്റ്റ് ചെയ്തതല്ല. പച്ച ഞാൻ ഇങ്ങനെ മേടിച്ചു വെച്ചിരിക്കുന്നതാണ്. അവലിനകത്തും ഉപ്പുമാവിനും ഒക്കെ ഞാനിത് ചേർക്കാറുണ്ട്. ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് ഇത് ചേർക്കുമ്പോൾ. ചേർക്കണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. എന്റെ ആ ഒരു ഒസാള റെസിപ്പി അങ്ങനെ കണക്കാക്കിയാൽ മതി. വെജിറ്റബിൾസ് ആയിട്ട് ഞാൻ ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്, പിന്നെ ബീൻസ് എടുത്തിട്ടുണ്ട്,
ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് എടുക്കാം, ഇഷ്ടമുള്ള അളവിൽ എടുക്കാം. അപ്പൊ അതൊന്ന് നല്ലതുപോലെ ഇട്ടിട്ട് ഇളക്കി യോജിപ്പിക്കണം. ഇതിൽ നോൺ വെജ് ചേർക്കണമെന്നുള്ളവർക്ക് ചിക്കൻ ചേർക്കാം. അതുമല്ലെന്നുണ്ടെങ്കിൽ ചിക്കൻ ഫ്രൈ ചെയ്ത ശേഷം പിച്ചി ഇട്ടത് ഇതിനകത്ത് ഇട്ട് ഇങ്ങനെ ഇളക്കി യോജിപ്പിക്കാം. അപ്പോ നമ്മുടെ ഈ വെജിറ്റബിൾസ് ഏകദേശം ഒന്ന് വഴണ്ട ശേഷം അതിനകത്തേക്ക് അരച്ചു വെച്ച നമ്മുടെ പേസ്റ്റ് ഉണ്ടല്ലോ അത് ചേർത്തു. അതിനുശേഷം മഞ്ഞൾപ്പൊടി, ഗരം മസാല, മല്ലിപ്പൊടി ഇത്രയാണ് ചേർത്തിരിക്കുന്നത്. ഞാൻ പറയല്ലോ പച്ചമുളക് ചേർത്തത് കൊണ്ട് തന്നെ ഞാൻ മുളക് പൊടി ചേർത്തിട്ടില്ല. പിന്നെ പുളിക്ക് ആവശ്യത്തിന് നാരങ്ങ, വിനാഗിരി വേണമെങ്കിൽ വിനാഗിരി ചേർക്കാം. ഞാൻ നാരങ്ങ നീരാണ് ചേർത്തിരിക്കുന്നത്. അപ്പോ വേണമെന്നുണ്ടെങ്കിൽ ഇത്തിരി കൂടി മല്ലിപ്പൊടി ചേർക്കാം. ഞാൻ ഒത്തിരി ചേർത്തിട്ടില്ല, ജസ്റ്റ് ഒരു ടേസ്റ്റ് അത്രയും ഇത്തിരി മാത്രമേ ചേർത്തിട്ടുള്ളൂ. അതിനുശേഷം ഇത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചിട്ട് നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന റൈസ് ഉണ്ടല്ലോ അതിട്ട് ഇളക്കണം. അപ്പൊ ഞാൻ ഒന്ന് ടേസ്റ്റ് നോക്കിയപ്പോൾ പുളി ഇത്തിരി കുറവായിട്ട് തോന്നി. അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി നാരങ്ങാനീര് പിഴിഞ്ഞൊഴിച്ചിട്ടുണ്ട്. പുളി ഇഷ്ടമുള്ളവർ മാത്രം അങ്ങനെ ചേർത്താൽ മതി കേട്ടോ. അപ്പൊ അതിനുശേഷം നമ്മുടെ അരി ഇട്ട് ഒത്തിരി ഉടഞ്ഞു പോകാതെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാൻ. ഞാൻ ബസ്മതിയാണ് എടുത്തിരിക്കുന്നത്, അത് നല്ലൊരു മണമാണ് കേട്ടോ. അപ്പം നമ്മൾ വറ്റിച്ചാണ് ഈ റൈസ് എടുക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഏതൊക്കെ റൈസ് വറ്റിച്ചെടുക്കാൻ കറക്റ്റ് അളവ് അറിയാമോ? കാരണം പലതരത്തിലുള്ള റൈസുകളുണ്ടല്ലോ, അത് നിങ്ങൾക്ക് എടുക്കാമേ. ഞാൻ എപ്പോഴും ഇന്ത്യ ഗേറ്റിന്റെ ബസ്മതി റൈസ് ആണ് എടുക്കുന്നത്. എനിക്ക് അതാണ് കറക്റ്റ് അളവ് പരുവത്തിന് കിട്ടുന്നത്. അപ്പൊ അരി ഇളക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ കുതിർത്ത അരിയാണ്, അതുകൊണ്ട് ഒത്തിരി അങ്ങ് ശക്തിയായിട്ട് ഇളക്കിയാൽ അത് പൊടിഞ്ഞു പോകും. ഞാൻ 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം എന്നുള്ള കണക്കിലാണ് ഒഴിച്ചേക്കുന്നത്. സാധാ പച്ചവെള്ളം തന്നെയാണ് ഒഴിച്ചിരിക്കുന്നത്. അത് ഒഴിച്ചിട്ട് ഉപ്പൊക്കെ നോക്കി ആവശ്യത്തിന് നോക്കിയിട്ട് ഇതുപോലെ ഇളക്കി യോജിപ്പിച്ച് ആദ്യം ഞാൻ അടച്ചു വെക്കുന്നില്ല, തുറന്നു വെച്ച് തന്നെയാണ് നല്ലൊരു തിള വരുന്നത് വരെ ചെയ്യുന്നത്. മുകളിൽ ലേശം നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് ഓപ്ഷണലാണ്, വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. അതുപോലെ കുറച്ച് മല്ലിയില. അപ്പൊ ഇത്രയും നേരം ഹൈ ഫ്ലെയിമിലാണ് ഇട്ടിരുന്നത്. ഇപ്പൊ തിളച്ചു കഴിഞ്ഞു. തിളയ്ക്കുന്നത് വരെ ഞാൻ അടച്ചിട്ടില്ല. തിളച്ച ശേഷം നമുക്ക് അടച്ചു വെച്ചിട്ട് ഫ്ലെയിം മീഡിയത്തിലാക്കി കൊടുക്കണം. അപ്പൊ തിള വന്ന ശേഷം അടച്ചു വെച്ചു. അതിനുശേഷം വീണ്ടും ഓപ്പൺ ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം. അടിക്ക് പിടിക്കുന്നുണ്ടോ എന്ന് നോക്കണം. വെള്ളം കുറവായിട്ട് തോന്നുന്നുവെങ്കിൽ നിങ്ങൾക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ആദ്യം വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ എനിക്ക് ഗ്ലാസ് കണക്ക് അല്ലെന്നുണ്ടെങ്കിലും നമ്മുടെ അരിയുടെ മുകളിൽ വെള്ളം നിൽക്കത്തക്ക രീതിയിൽ അങ്ങനെയാണ് ഞാൻ വെള്ളം ചേർക്കുന്നത് കേട്ടോ. അപ്പോ ആവശ്യത്തിന് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ പിന്നീട് ഒഴിച്ചു കൊടുത്താൽ മതി. ഇതിപ്പോ പരുവമാണ്. ഞാൻ ആദ്യം ഒഴിച്ച വെള്ളം കറക്റ്റ് ആയിരുന്നു. പിന്നീട് ഞാൻ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. ഇതിന് ശേഷം നമുക്ക് തീ കുറച്ചിട്ട്, അരി ഏകദേശം വെന്ത് തുടങ്ങി, തീ കുറച്ചിട്ട് ലോ ഫ്ലെയിമിൽ വറ്റിച്ചെടുക്കാം. നല്ല പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു റൈസാണ് കേട്ടോ. അപ്പോ അത് വറ്റിച്ചെടുത്തു. കറക്റ്റായിട്ട് തണുത്ത ശേഷം മാത്രമേ നമ്മൾ ഇത് എപ്പോഴും പ്ലേറ്റിലേക്ക് വിളമ്പാവൂ. ചൂടോടെ വിളമ്പിയാല് ആ റൈസ് കുഴഞ്ഞിരിക്കും. ഞാൻ പെട്ടെന്ന് തന്നെ വീഡിയോയ്ക്ക് വേണ്ടി എടുത്തത് കൊണ്ടാണ് ഇങ്ങനെ കുഴഞ്ഞിരിക്കുന്നത്. ഇത്തിരി തണുത്ത് കഴിഞ്ഞാല് ഒന്നിലൊന്നേ തൊടാതെ നല്ല സെപ്പറേറ്റ് ആയിട്ട് നമ്മുടെ റൈസ് കിടക്കും കേട്ടോ. ഇപ്പൊ പപ്പടവും ഞാൻ സാലഡ് ഉണ്ടാക്കിയിട്ടില്ല, കാരണം ഓൾറെഡി നമ്മുടെ റൈസിന് ഒരു ചെറിയ പുളിയുണ്ട്. അതുകൊണ്ട് ഞാൻ സെപ്പറേറ്റ് സാലഡ് ഉണ്ടാക്കിയില്ല. പപ്പടവും പിന്നെ സവാള അരിഞ്ഞതുമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പക്ഷെ ഇതിന് നമ്മൾക്ക് കറികളുടെ യാതൊരു ആവശ്യമില്ല, സാലഡിന്റെ ആവശ്യം ഒന്നുമില്ല. ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ്. നിങ്ങൾക്ക് മുട്ട വേണമെന്നുണ്ടെങ്കിൽ മുട്ട പുഴുങ്ങിയത് ഇതിനകത്ത് ഇടാം. അതുപോലെ പനീർ വേണമെന്നുണ്ടെങ്കിൽ ലാസ്റ്റിൽ പനീർ ഫ്രൈ ചെയ്ത് ഇതിനകത്ത് ഇടാം. മുട്ട ചിക്കിയിട്ട് ഇതിനകത്ത് വേണമെങ്കിൽ ഇടാം. ഞാൻ പറഞ്ഞല്ലോ, ചിക്കൻ വേവിച്ചിട്ട് അതിന്റെ ഇത് ചിക്കൻ ചെറുതായിട്ട് ഫ്രൈ ചെയ്ത് കട്ട് ചെയ്ത് ഇതിനകത്ത് ഇടാം. പല രീതിയിൽ നമുക്ക് ഇതിനെ മാറ്റം വരുത്താം കേട്ടോ. നല്ലൊരു റൈസാണ്, ഒന്ന് ട്രൈ ചെയ്ത് നോക്കേ. അപ്പൊ കുറെ നാളായില്ലേ ഞാൻ ഇങ്ങനെയുള്ള സിമ്പിൾ റെസിപ്പി ഇട്ടിട്ട്, അതുകൊണ്ട് ഒരു റെസിപ്പി ഷെയർ ചെയ്തെന്നേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ.